രവീന്ദ്ര നീ എവിടെയാ? മനോജ് പാലോടൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത രവീന്ദ്ര നീ എവിടെയാ എന്ന സിനിമയുടെ വിശേഷമാണ്. 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയാണ്. അനൂപ് മേനോൻ, പിന്നെ ഷീലു എബ്രഹാം, അബാ മൂവീസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഷീലു എബ്രഹാം, പിന്നെ അസീസ് നെടുമങ്ങാട്, പിന്നെ സിദ്ദിഖ്, ഇത്രയും പേരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിനിമ എന്താ പറയാ, അത്ര വലിയ സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഭയങ്കര വലിയ ഡെക്കറേഷൻസ് ഒന്നും പറയാനില്ല. ഒന്നാമത് ഒരു ചെറിയ സിനിമയാണ്, ചെറിയ ബഡ്ജറ്റിലെടുത്ത സിനിമയാണ്. ഒരു ഫ്ലാറ്റും പിന്നെ ഒരു ചെറിയ ഓഫീസും, ഇത്രയൊക്കെയാണ് ഇതിന്റെ പരിപാടികളുള്ളൂ. ഫസ്റ്റ് ഹാഫ് വളരെ നിർവികാരമായ ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ എനിക്ക് ചില സ്ഥലത്ത്, പ്രത്യേകിച്ച് അസിസ് നെടുമങ്ങാടിന്റെ ക്യാരക്ടർ രസമായിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അസിസ് നെടുമങ്ങാടിന്റെ ക്യാരക്ടർ നമ്മൾ അനൂപ് ഒരു കൂട്ടുകാരനാണ്. അങ്ങനെ ഒരു കൂട്ടുകാരൻ എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അസിസിന്റെ ആ ഒരു ക്യാരക്ടറോട് ഇല്ലായിരുന്നു ഈ സിനിമ ശോകമായി പോയനെ. അസിത്ത് വളരെ രസമായിട്ട് ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തു. അസിസ് ഒരു അസാധ്യ നടനമാണ്. എന്ത് എക്സ്പ്രഷൻ മുഖത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു നടനാണെന്നുള്ളത് ഇതിനകം തെളിഞ്ഞ കാര്യമാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല. അനുമനോന്റെ ചില എക്സ്പ്രഷൻ ഒക്കെ നല്ല രസം. അനുമനൻ ആ റോള് നന്നായിട്ട് ചെയ്തു, പക്ഷെ കൂടുതലൊന്നും പെർഫോം ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ സിദ്ദീഖിന് വളരെ ചെറിയ റോളാണ്. ഷീലു എബ്രഹാത്തിനും അതിനുമാത്രം പെർഫോമൻസ് ഒന്നും ചെയ്യാനില്ല. സജിൻ ചെറുകയിലുണ്ട്, ചെറിയ റോളാണ്, അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല. മൊത്തത്തിൽ സിനിമ വലിയ സംഭവമൊന്നുമില്ല. അത് എൻഡ് ചെയ്യുന്നതൊക്കെ വളരെ, ഇതിനകത്തൊക്കെ ഭയങ്കര ലോജിക്കൽ അല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് വില്ലന്റെ അല്ലെങ്കിൽ വില്ലനല്ല, ഈ ഈ പറഞ്ഞ നായക കഥാപാത്രത്തിനെ കാണാണ്ടിരിക്കുമ്പോൾ ആ നായക കഥാപാത്രത്തിന്റെ മൊബൈൽ എന്തുകൊണ്ട് പോലീസ് ചേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ട്രേസ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ ലോജിക്കലായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ എന്തുകൊണ്ട് സിനിമയിൽ ഒന്നും കഥയിൽ ചോദ്യമില്ലല്ലോ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് വലിയ സംഭവമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് രവീന്ദ്ര നീ എവിടെയാ. അപ്പൊ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.